പ്രിയമുള്ള കുട്ടികളെ, നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി അടുത്ത ക്ലാസ് ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും കൈകൂപ്പാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് ലൈംഗികതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരിശോധിക്കാം. നമുക്കറിയാം, ലൈംഗികത എന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. വിവാഹ ബന്ധത്തിലൂടെയാണ് ഇതിലേർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം ഭാര്യ ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്നത്. ഈ കടമ നിർവഹിക്കുവാനുള്ള വാഗ്ദാനമാണ് പുരോഹിതൻ്റെയും സഭയുടെയും ദൈവജനത്തിൻ്റെയും മുൻപാകെ വിവാഹ സമയത്ത് ദമ്പതികൾ എടുക്കുന്നത്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും വിവാഹ ബന്ധത്തിലൂടെ അവർ ഒന്നാകുന്നുവെന്നും ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒന്നിച്ച് ജീവിക്കാനുമുള്ള പ്രതിജ്ഞയാണ് അവർ സഭയുടെയും പുരോഹിതൻ്റെയും മുൻപാകെ എടുക്കുന്നത്. ഈ തീരുമാനമനുസരിച്ച് തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുവാനും ആ കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തുവാനും അവർ പ്രതിജ്ഞ എടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭ വിവാഹേതര ലൈംഗിക ബന്ധങ്ങളെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കാത്തത്. കാരണം അവർക്കുണ്ടാകുന്ന കുട്ടികളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു നടപടി എന്ന രീതിയിൽ വിവാഹത്തിന് അത്രമാത്രം പ്രാധാന്യമാണ് സഭയും സമൂഹവും ഇന്ന് നൽകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല രീതികളും പലപ്പോഴും വിവാഹേതര ലൈംഗിക ബന്ധത്തിനും അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അനാഥരാക്കപ്പെടുന്നതും ഒക്കെ ഇന്ന് നമ്മൾ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ പലപ്പോഴും സമൂഹത്തിൽ തന്നെ ഒരു ഭാരമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം നമുക്ക് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും തകരുന്ന അവസരങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെയേറെ ബോധവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല കുടുംബ ബന്ധങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങളെ വളർത്തുവാനും നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകുവാനും ദൈവവിശ്വാസത്തിൽ നിങ്ങളെ അടിയുറച്ച് നിർത്തുവാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളെ സഭ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ കടമ നിർവഹിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുക വിവാഹ ബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം തരുന്ന ലൈംഗികമായ കഴിവുകളെ നാം ബഹുമാനിക്കുകയും വിവേചന ബുദ്ധിയോടെ ആ കഴിവുകളെ കൈകാര്യം ചെയ്യുകയും ലൈംഗിക ബന്ധം ഭാര്യ-ഭർതൃ ബന്ധത്തിൽ മാത്രമേ പാടുള്ളൂ എന്നും വിവാഹത്തിന് പുറമേയുള്ള ലൈംഗിക ബന്ധം ദൈവഹിതത്തിനെതിരായ പ്രവൃത്തിയാണെന്നും അത് 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണെന്നും സഭ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, കൊറിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. 6-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ വ്യഭിചാരത്തിൽ നിന്നും നിങ്ങൾ ഓടി അകലുവിൻ,
വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വചനഭാഗം നമുക്ക് മനഃപ്പാഠമാക്കാം. വ്യഭിചാരത്തിൽ നിന്നും ഓടിയകലുവിൻ, വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലൈംഗിക വിശുദ്ധിയിൽ വളരുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ഒന്ന് വിലയിരുത്താം. നമ്മൾ പറഞ്ഞു, നമ്മുടെ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചീത്ത കൂട്ടുകെട്ടുകൾ നമ്മൾ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ ഉചിതമായ വസ്ത്രധാരണം നടത്തുവാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റ് അശ്ലീല സിനിമകളും അശ്ലീല വീഡിയോകളും ഒക്കെ കാണുന്നത്, ചിത്രങ്ങളും ഒക്കെ കാണുന്നത് നമുക്ക് ഉപേക്ഷിക്കാം. വിശുദ്ധ ഗ്രന്ഥ പാരായണവും വിശുദ്ധരായ വ്യക്തികളുടെ ജീവിതവും വായിക്കുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം വിശുദ്ധരുടെ ജീവിത ചരിത്രം പഠിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റൊന്ന്, നമ്മുടെ കൂടെയുള്ള മുതിർന്നവരുടെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും ആ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാണെന്ന് മനസ്സിലാക്കുകയും ശരീരത്തെ ബഹുമാനിക്കുകയും ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവഹിതത്തിന് അനുസൃതമായി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും നമുക്ക് തീരുമാനിക്കാം. അതിനെതിരായുള്ള പ്രവർത്തനങ്ങൾ ലൈംഗിക വിശുദ്ധിക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുവാനും നല്ല മക്കളായി, ദൈവത്തിൻ്റെ നല്ല മക്കളായി ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഈ പാഠത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകാം. അതിൽ നമുക്ക് ഒന്നാമത്തെ ആശയം ഇതായിരുന്നു. അതാണ്, എന്തിനാണ് ദൈവം മനുഷ്യന് ലൈംഗികത നൽകിയത്? രണ്ടാമതായി, ലൈംഗിക വിശുദ്ധിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാനാവും? 6-ാം പ്രമാണത്തിൻ്റെ ലംഘനം എങ്ങനെയാണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും അതിന് അനുസൃതമായ ഉത്തരങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായം തേടുക. സംശയങ്ങളുണ്ടെങ്കിൽ അധ്യാപകരുമായിട്ട് ബന്ധപ്പെടുക. വിശുദ്ധ മറിയ ഗുരുത്തിയുടെ ജീവചരിത്രം വായിച്ച് നിങ്ങൾക്കാകാവുന്ന രീതിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അത് അയച്ചു കൊടുക്കുക. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനും ദൈവഹിതത്തിന് അനുസരിച്ച് ലൈംഗിക കഴിവുകളെ വിനിയോഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.